ക്വാണ്ടം മെക്കാനിക്സും അതിനു മുമ്പുണ്ടായിരുന്ന ക്ലാസിക്കൽ മെക്കാനിക്സും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ക്വാണ്ടം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇനിയിപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുവാണ്, ഇതിനകത്ത് എത്ര രൂപ കൃത്യമായിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കൃത്യമായിരിക്കണം, കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കും, എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്, ഞാൻ ചില്ലറയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുവാണ്, അപ്പോൾ എത്ര രൂപയാണെങ്കിലും കൊടുക്കാൻ പറ്റും. എന്താ 50,000 ചോദിച്ചു, 60,000 ചോദിച്ചു, 70,000 ചോദിച്ചു, കുഴപ്പമില്ല. 4 ലക്ഷം ചോദിച്ചു, 4,30,000 ചോദിച്ചു, കുഴപ്പമില്ല. പിന്നെ 150 രൂപ ചോദിച്ചു എന്ന് വിചാരിച്ചോ, അതും കുഴപ്പമില്ല. 140, 160 എത്രയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമുക്കെല്ലാം കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ്, 0-നും 5 ലക്ഷത്തിനും ഇടയ്ക്കുള്ള എല്ലാ എമൗണ്ടും നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിനകത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ചെറുതായിട്ട് നോക്കുമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് 60 പൈസ ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നെങ്കിൽ 50 പൈസയായിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ 1 രൂപയായിട്ട് കൊടുക്കാം. 60 പൈസയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം 10 പൈസയുടെ കോയിൻ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നമ്മൾ ഏത് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിലും ഈ 50 പൈസയുടെ കോയിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടേ പറ്റുള്ളൂ, ഗുണിതങ്ങളായിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം, ഈ 50 പൈസ എന്ന് പറയുന്നത് ക്യാഷിൻ്റെ ക്വാണ്ടമാണെന്ന് പറയാം. ഒരു ക്വാണ്ടം എന്ന് പറയുന്നത് 50 പൈസയാണ്. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ 0 കൊടുക്കാം, അല്ലെങ്കിൽ 50 പൈസ കൊടുക്കാം, അല്ലെങ്കിൽ 1 രൂപ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നിശ്ചിതമായ ചില വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്കുള്ളതൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്ക് അതിനെ കണ്ടിന്യൂസിന് പകരം ഡിസ്ക്രീറ്റ് എന്ന് പറയാം. ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രം എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും നമ്മളൊരു ഫിസിക്കൽ സിസ്റ്റം എടുത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു ക്വാണ്ടം സിസ്റ്റമാണ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടം എന്ന് പറയുന്നത് ഇസ് ദ സ്മോളസ്റ്റ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്. ആ വാക്കിൻ്റെ പ്ലൂറലാണ് ക്വാണ്ട. അപ്പോൾ ഈ ക്വാണ്ടം സിസ്റ്റത്തിനകത്ത് ഈ ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി, ഇപ്പോൾ എനർജിയോ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയാം. വെച്ചാൽ കണ്ടിന്യൂസ് അല്ല, ഇടയ്ക്കുള്ള നിശ്ചിത വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളതിനെ നമുക്ക് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയാം. ഇപ്പോൾ ഈ വേർഡ് ക്വാണ്ടം എന്ന് പറയുന്ന വേർഡ് വന്നത് ലാറ്റിനിലെ ക്വാണ്ടസ് എന്ന വേർഡിൽ നിന്നും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന വേർഡിൽ നിന്നും ആണ് വന്നത്. അപ്പോൾ ഇതേ അർത്ഥം, ക്വാണ്ടിറ്റി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ക്വാണ്ടം ഉപയോഗിച്ചത്. ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഇതിനെ ഒരു ഫിസിക്സിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. നമ്മൾ ആറ്റങ്ങളെയും പാർട്ടിക്കിളുകളെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചപ്പോൾ ആണ് മനസ്സിലായത് ഇത് നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ കണ്ടിന്യൂസ് അല്ല, പക്ഷേ എൻ്റെ വാല്യൂസൊക്കെ ഡിസ്ക്രീറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയതിനെയാണ് നമ്മളിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം കൺസെപ്റ്റ് ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് മാക്സ് പ്ലാങ്ക് ആണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നിട്ട് ഒരു ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 1900-ലായിരുന്നു മാക്സ് പ്ലാങ്ക് ഇത് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ക്വാണ്ടം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് 1887 ഹെൻറിച്ച് ഹെർട്സ് ആണ് കണ്ടുപിടിക്കുന്നത്. പുള്ളി കണ്ടത്, ഇപ്പോൾ നമ്മളൊരു മെറ്റാലിക് പ്ലേറ്റിൽ ലൈറ്റ് അടിക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് ഇലക്ട്രോൺസ് വരുന്നതായിട്ട് കണ്ടു. അന്ന് അതിനെ കാഥോഡ് റേസ് എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്കിപ്പോൾ അറിയാതെ ഇലക്ട്രോൺസ് ആണെന്നറിയാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 1902 ഫിലിപ്പ് ലെനാർഡ് ഇതേപോലെ മെറ്റാലിക് പ്ലേറ്റിൽ ലൈറ്റ് അടുപ്പിച്ച് പരീക്ഷിക്കുകയായിരുന്നു. അപ്പോഴാണ് പുള്ളി കണ്ടത്, കൂടുതൽ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ എനർജി പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കൂടുന്നില്ല എന്ന് മനസ്സിലായത്. അപ്പോഴത്തെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ അറിവ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ടോർച്ച് അടിച്ചിട്ട് കിട്ടുന്ന എനർജിയുടെ ഇരട്ടി 2 ടോർച്ച് അടിച്ചാൽ കിട്ടുമെന്നാണ് അന്നത്തെ ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ച് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ പരീക്ഷണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ക്വാണ്ടം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ ഐൻസ്റ്റീൻ പറയുന്നത്, ഇപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുമല്ല, പക്ഷേ അതിനകത്ത് ഫോട്ടോൺ എന്ന് പറയുന്ന കണികകളുണ്ട്. അപ്പോൾ ഈ ഫോട്ടോൺ ആയിട്ട് മാത്രമേ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പൈസയുടെ അനാലജി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് അടിക്കുമ്പോൾ ഇലക്ട്രോണിനെ മെറ്റലിൽ നിന്ന് തെറിപ്പിക്കുന്ന പ്രതിഭാസമാണ്. അപ്പോൾ അങ്ങനെ തെറിപ്പിക്കണമെങ്കിൽ ഇലക്ട്രോണിന് മെറ്റലിൽ നിന്ന് വെളിയിലേക്ക് ചാടി വരാൻ മാത്രമുള്ള എനർജി ഈ വരുന്ന ലൈറ്റ് ഇലക്ട്രോണിന് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പഴയ ക്യാഷിൻ്റെ അനാലോജി വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സാധനം നമ്മൾ മേടിക്കാനുണ്ട്, ആ സാധനമാണ് നമുക്ക് ഇലക്ട്രോൺ എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സാധനത്തിന് 200 രൂപ വിലയുള്ളെങ്കിൽ നമ്മൾ വിചാരിക്കും 100 രൂപയുടെ 2 നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. അതാണ് പഴയ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്, നമുക്ക് ഇത് സാധനം മേടിക്കണമെങ്കിൽ 200 രൂപ കിട്ടിയാൽ പോരാ, പക്ഷേ 200 രൂപ ഒറ്റ നോട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 100 രൂപയുടെ 5 നോട്ടുണ്ടോ 10 നോട്ടുണ്ടോ 1000 നോട്ടുണ്ടോ അതുകൊണ്ട് കാര്യമില്ല, 200ൻ്റെ ഒറ്റ നോട്ട് വേണം, എന്നാൽ മാത്രമേ ഇത് മേടിക്കാൻ പറ്റുള്ളൂ. 500 ആണെങ്കിൽ കുഴപ്പമില്ല, 500 കൊടുത്തു കഴിഞ്ഞാൽ 200 കൊണ്ട് സാധനം മേടിക്കും, ബാക്കി 300 രൂപ ഒരു ടിപ്പായിട്ട് വയ്ക്കും. അതുപോലെ 500, 1000, 2000 എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 200ൽ കുറവായി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അതാണ് ക്വാണ്ടം ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇതിന് ശേഷം നീൽസ് ബോർ ഇതേ ആപ്ലിക്കേഷൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഭൂമിക്ക് ചുറ്റും നോക്കുവാണെങ്കിൽ ഏകദേശം എല്ലാ റേഡിയസിലും സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നതെന്നാണ് നേരത്തെ വിചാരിച്ചിരുന്നത്. അതായിരുന്നു ക്ലാസിക്കൽ മെക്കാനിക്സ്. പക്ഷേ നീൽസ് ബോർ ആണ് കണ്ടുപിടിച്ചത് ഇലക്ട്രോൺസിന് അങ്ങനെ ഏതെങ്കിലും ഓർബിറ്റ് എടുക്കാൻ പറ്റുകയില്ല, ചില നിശ്ചിത അകലത്തിലുള്ള ഓർബിറ്റുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആറ്റത്തിലെ ക്വാണ്ടൈസേഷൻ നമുക്ക് മനസ്സിലായത്. പിന്നീട് നമുക്ക് മനസ്സിലായി നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും എല്ലാം ക്വാണ്ടൈസ്ഡ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ക്വാണ്ടം മെക്കാനിക്സ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറയാം, ഞാൻ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.